എനിക്ക് ഗസ്റ്റ് ഹൗസ് ഒന്ന് സെർച്ച് ചെയ്യണം. അതിനെന്താ, വാറണ്ട് വേണോ? അപ്പോ എന്നെ പ്രതിയാക്കാൻ സാർ തീരുമാനിച്ചിറങ്ങിയതാ? ഇതുവരെ ഇല്ല, പക്ഷെ തീരുമാനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. വേറെ വലിയ നടിമാരെയൊക്കെ വെച്ച് പരസ്യം ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലോ ആ മുതലാളി ആതിരയോട് പറഞ്ഞത്. ആതിരയ്ക്ക് അതിനുള്ള സൗന്ദര്യവും കഴിവും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. സച്ചി വരുമല്ലോ, അവനോട് ചോദിക്കേ. എന്നിട്ട് അവനെന്താ പറയുന്നത് അതുപോലെ അങ്ങ് ചെയ്യേ. സച്ചിയേട്ട സമ്മതിച്ച ആന്റി സമ്മതിക്കല്ലോ. സമ്മതിക്കുന്നല്ലേ അമ്മ ഇപ്പൊ പറഞ്ഞേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? അവന്റെ അഭിപ്രായം ചോദിക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സച്ചിയേട്ട സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ സമ്മതിക്കുന്നു. നിന്നോടാരാ പറഞ്ഞേ? നിന്നോടാര് പറഞ്ഞു പരസ്യത്തിൽ അഭിനയിക്കാൻ സമ്മതിക്കാൻ? അയ്യോ ഏട്ടാ, അതിന് ആതിര സമ്മതിച്ചിട്ടൊന്നുമില്ല. നിന്നോട് ചോദിച്ചോ? തലയിരിക്കുമ്പോ വാലാടണ്ട, മനസ്സിലായോ? എന്ന തല തന്നെ പറ, ആതിര പരസ്യത്തിൽ അഭിനയിക്കണോ വേണ്ടയോ? നിനക്കിപ്പോ പരസ്യത്തിൽ അഭിനയിക്കണോടി? ചോദിച്ച കേട്ടില്ലേ? നിനക്ക് പരസ്യത്തിൽ അഭിനയിക്കണോന്ന്? ഏട്ടന് സമ്മതമാണെങ്കിൽ. അല്ല, എനിക്ക് സമ്മതമല്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. നിനക്കിഷ്ടമാണെങ്കിൽ നീ അഭിനയിച്ചോ. സത്യം? അപ്പോ ഏട്ടന് ആതിര അഭിനയിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല? അഭിനയിച്ചോളാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന്. ഏട്ടൻ നമ്മുടെ ചങ്കല്ലേ. കാന്താരി എന്നാ പിന്നെ സൂപ്പർ സ്റ്റാറിങ് വന്നേ. കണ്ടില്ലേ? അവക്ക് ഇഷ്ടമാണെങ്കിൽ അഭിനയിക്കട്ടമ്മേ. ഈ വീട്ടിലെ പഴയ കളിയും ചിരിയും എല്ലാം തിരിച്ചു വരട്ടെ. അതൊക്കെ നല്ലത് തന്നെയാ. അമ്മയ്ക്ക് സന്തോഷം മോനെ. അപ്പോഴും നെഞ്ചിലെ കനലണയുന്നില്ലല്ലോ മോനെ. സന്ദീപിന്റെ കാര്യം, അവനെ കുറിച്ച് ആലോചിക്കുമ്പം എനിക്കൊരു മനസ്സമാധാനമില്ല മോനെ. സാക്ഷി പറയാൻ കോടതിയിൽ അവൻ വന്നില്ല. മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നേ? എന്താ മോനെ? ഏയ് ഒന്നുമില്ലമ്മേ. അമ്മ വിഷമിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ഇനി അവന്തിക പറഞ്ഞത് സത്യമാണോ? ശരിക്കും അവന് എന്താ പറ്റിയത്? അല്ല രാജീവ് സാറോ? സാറെന്താ ഈ വഴിക്ക്? അത് നിനക്ക് ഇവിടെ വെച്ചറിയണോ? അത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ മതിയോ? അതല്ല സാർ, മാഡം ഇപ്പോ ആരെയും കാണാനുള്ള മൂഡിലല്ല. അതുകൊണ്ടാ ഞാൻ. സാർ പിന്നീട് വരുന്നതായിരിക്കും നല്ലത്. ഏത് മൂടും നമുക്ക് മാറ്റാവുന്നതല്ലേ ഉള്ളൂ മൂർത്തി. അതല്ല സാറേ. ഡോ, ഞാനിവിടെ വന്നതേ നിന്നോട് കൊച്ചു വർത്തനം പറയാനല്ല. CA രാജീവ് ഓൺ ഡ്യൂട്ടി. മാറടാ. മതി മതി, വലിയ ബഹുമാനമൊന്നും കാണിക്കണ്ട. ഒന്നുമില്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സും അല്ലേ. എന്താണ് സാറിന്റെ ഇപ്പൊ ഇവിടുത്തെ ഡ്യൂട്ടി? ദാ, ഇവൻ തന്നൊരു പരാതി എന്റെ കയ്യിലുണ്ട്. ഞാനത് അന്വേഷിക്കാൻ വന്നതാ. എന്തിനാണ് അവന്തികാമ്മയുടെ ഇവനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ചത്? അത് കള്ളപ്പരാതിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞ? അത് ശരി. അപ്പൊ സന്ദീപിനെ കാണാനില്ലെന്നുള്ളത് സത്യം തന്നെ അല്ലേ? അല്ല, അവൻ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ താമസം. പിന്നെ അവിടെ നിന്ന് എങ്ങനെ കാണാതെ പോയി? അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയാണല്ലോ.
എനിക്കെന്ത് ഉത്തരവാദിത്വം? മൂർത്തി, താൻ ആ പരാതി അങ്ങ് പിൻവലിച്ചേക്ക്. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിച്ച് സാർ തന്നെ അവന്റെ വീട്ടിലെത്തിച്ചോട്ടെ. ഇവൻ പറയുമ്പോ പരാതി മേടിക്കാനും പരാതി പിൻവലിക്കാനും പോലീസ് സ്റ്റേഷനെ ഇവന്റെ തറവാട് സ്വത്തല്ല. ആ മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് ഇനി പിൻവലിക്കാൻ പറ്റില്ല. അത് ഞാൻ FIR ഇട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ അറ്റം കണ്ടെത്തിയിട്ടേ രാജീവ് മടങ്ങൂ. നിയമത്തിന് വഴിക്കനെ പോവാം. തൽക്കാലം എന്റെ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും മറുപടി പറഞ്ഞേ പറ്റൂ. ഞാനെന്തിനാ മറുപടി പറയുന്നേ? എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. സന്ദീപ് ഒരു സാധാരണക്കാരനല്ല, നെല്ലിശ്ശേരി കുടുംബത്തിലൊരു അംഗമാണ്. നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോഴാണ് സന്ദീപിനെ കാണാതാവുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ മതി, രണ്ടുപേരും തൂങ്ങും. അതിനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. സാറിനെ നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണോ? സന്ദീപ് അവന്റെ ഇഷ്ടപ്രകാരമാണ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത്, അല്ലാതെ ആരും അവനെ പൂട്ടിയിട്ടിട്ടില്ല. എന്നിട്ട് സന്ദീപ് ഇപ്പൊ എവിടെ? ഒരു കാര്യം ഞാൻ പറയാം, ഇതിപ്പോ ഒരു മാൻ മിസ്സിംഗ് പരാതിയാ. പക്ഷെ എപ്പോ വേണമെങ്കിലും ഇതൊരു മർഡർ കേസായി മാറും. പിന്നെ രണ്ടുപേരും പോകുന്നതേ കൊലക്കേസിലെ പ്രതിയായി ജയിലിലേക്കായിരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞോ, അവനെ നിങ്ങൾ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ച്? അതോ അവനെ ക്ലീൻ ആയിട്ട് അങ്ങ് തട്ടിയോ? സാറിന്റെ ഈ പോലീസ് ബുദ്ധി എന്റെ അടുത്ത് കാണിക്കണ്ട. സന്ദീപിനെ ഇല്ലാതാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ഒരാളെ ഞാൻ ഇല്ലാതാക്കി എന്ന് പറയുന്ന നിങ്ങൾ എന്തൊരു വിട്ടിയാ? ഇതേ പോലീസ് ബുദ്ധിയല്ല, വെറും സാമാന്യ ബുദ്ധി. തന്റെ ശത്രുവിനെ സ്വന്തം ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുക, എന്നിട്ട് അവനെ കേസിൽ സാക്ഷിയാക്കുക. പക്ഷെ സാക്ഷി പറയേണ്ട ദിവസം അയാളെ കാണാനില്ല. ഇവിടെ പോലീസ് എന്ത് നിഗമനത്തിലെത്തണം? നിങ്ങൾക്ക് എന്ത് നിഗമനത്തിൽ വേണമെങ്കിലും എത്താം. പക്ഷെ സന്ദീപിനെ കാണാതായതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. അത് നിങ്ങളുടെ വേർഷനല്ലേ? സത്യം എന്താണെന്ന് എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. അന്വേഷിക്കണം. എന്നിട്ട് അവൻ എന്താ പറ്റിയെന്ന് ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞതാ. പറയിപ്പിക്കേണ്ടവരെ കൊണ്ട് പറയിപ്പിച്ചോളാം. അതിനു മുമ്പ് എനിക്ക് ഈ ഗസ്റ്റ് ഹൗസ് ഒന്ന് സെർച്ച് ചെയ്യണം. അതിനെന്താ, വാറണ്ട് വേണോ? അപ്പോ എന്നെ പ്രതിയാക്കാൻ സാർ തീരുമാനിച്ചിറങ്ങിയതാ? ഇതുവരെ ഇല്ല, പക്ഷെ തീരുമാനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മൂർത്തി, സാറിന് ആ ഗസ്റ്റ് ഹൗസ് ഒന്ന് തുറന്നു കാണിച്ചു കൊടുക്ക്. എന്നിട്ട് സാർ അവിടെ മുഴുവനൊന്ന് അരിച്ചു പറക്കി നോക്കട്ടെ. വല്ല തുമ്പോ തുരുമ്പോ മറ്റോ കിട്ടുകയാണെങ്കിൽ എടുത്തോണ്ട് പോട്ടെ. സാറുവാ